ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാക്ലോറേസ്. നമ്മളിന്ന് നമ്മൾ കുറച്ച് ഈ വേൾഡിന് കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി ഇവിടെ കുറേ ബെഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ ഈ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഫുൾ സെറ്റ് ഡയമണ്ട് ആർമോർ കാരണം ഈ എപ്പിസോഡ് വരാൻ കുറച്ച് വഴി, കാരണം എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പിസോഡ് വരാൻ കുറച്ച് വഴിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് നെതറിലേക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി നോക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതുവരെ നടക്കുമെന്ന് അറിയില്ല. നമുക്കൊരു ദൂരത്തുള്ളൊരു കേവിക്ക് പോയിട്ട് ഡയമണ്ട് കിട്ടും നോക്കാം. അതിനൊന്നും കഴിയുള്ളൂ. നോക്കി നോക്കാം നമുക്ക് ഡയമണ്ട് കാര്യമൊക്കെ കിട്ടുമെന്ന്. കേസ് എപ്പോഴെങ്കിലും ഒരു കേവ് കിട്ടുകയാണെങ്കിൽ ഞാൻ വേണ്ടി കാണിക്കാം. ഓക്കെ, നമ്മൾ തിരിച്ചു പോവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ആവണതിൻ്റെ കാര്യം ആലോചിച്ചില്ല, പെട്ടെന്ന് രാത്രിയാവുകയും ചെയ്തു. ഒരു ബെഡ് എടുത്തുകൊണ്ട് വരണ്ടായിരുന്നു, കാരണം ബെഡ് എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ ഒന്നും ഇല്ല. അങ്ങനെയാണ് ഇവിടെ നിന്ന് കടന്നു പോകാം. എന്നിട്ട് ഒരു ബെഡ് എടുത്തിട്ടാണ്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് വേഗം ഇതെന്താ ഞാൻ കേട്ടു. നമുക്ക് രണ്ടെണ്ണം അങ്ങനെ വെക്കാം. പിന്നെ നമുക്ക് പ്ലാങ്ക് ഒക്കെ വെക്കാം. ബോട്ട് പിന്നെ ഏതപ്പോ കളയുക, ഇത് കളയാം. വേഗം കേസ് എവിടെയെങ്കിലും കേവ് ഇട്ട് നോക്കട്ടെ. അയ്യോ, ബെഡ് എടുക്കാൻ പറ്റാം. ബെഡ് എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടൊരു കേവ് കാണുന്നുണ്ട്, പക്ഷെ ചെറിയ കേവ് ആണെന്നൊരു സംശയം ഗേസ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറേ കാര്യങ്ങൾ മുടക്കും ഗേസ്. ഇപ്പൊ ഞാൻ എന്താണ് എൻ്റെ കോഡ് കൊണ്ടുവരാൻ മറന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് കുറച്ച് കോഡ് ഉണ്ടാക്കിയെടുക്കണം. ഫർണസ് ആദ്യം ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വുഡ് നമുക്ക് ഇവിടുന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഇനി കോഡ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ ഗേസ്, നമ്മളൊക്കെ സ്മെൽറ്റ് ചെയ്തിട്ട് 28 കിട്ടി. ഒക്കെ മാത്രമല്ല, പുറത്ത് 2 കൂടി സ്മെൽറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം 20 കൊണ്ട് അത്രയൊന്നും ചെയ്യാൻ പറ്റില്ല കരുതി. പിന്നെ 1 2 ഇനി സ്മെൽറ്റ് ചെയ്യാം. ഇതെന്ത് ശബ്ദം? ഞാൻ പോട്ടെ. അവിടെ കേവ് ഭയങ്കര ചെറുതായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ഈ ഫർണസ് എടുത്തുകൊണ്ട് പോവാം. ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് മോളിക്കാട് ഉണ്ടാക്കി കൊണ്ടുപോവാം. പിന്നെ ഈ ഡീപ്ലേറ്റ് ഒക്കെ വന്ന് ഞാൻ കുറച്ച് മൈനിങ്ങിന് വേണ്ടിയായിരുന്നു ഡയമണ്ട് കിട്ടുമെന്ന് അറിയാം. ഡയമണ്ട് കിട്ടിയിട്ടൊന്നുമില്ലെങ്കിലും കുറെ ഡീപ്ലേറ്റ് കിട്ടി. അങ്ങനെ ഫൈനലി ഒരു നല്ലൊരു കേവ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കേവ് അതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കട്ടെ, കാരണം ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആവും കേസ്. ഓക്കെ, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. നല്ലൊരു കേവ് കിട്ടോ, കിട്ടിയതിൽ ബെസ്റ്റ് കേവ് ആണ്. നമുക്ക് ഫുഡൊന്നും അധികമില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. മെല്ലെ മെല്ലെ ഇറങ്ങാം. പിന്നെ ഹാർഡ് കോർ ആണ്. ഒന്നല്ലെങ്കിൽ ഇന്ന് ഞാൻ ഹാർഡ് കോറിൽ നിന്ന് ചാവും. ലൂട്ട് ചെയ്യണം. ഫുള്ള് കേവ് നമുക്കൊന്ന് ലൂട്ട് ചെയ്യണം. നമ്മൾ മൈനിങ്ങിനായിട്ട് ഇറങ്ങുന്നില്ല. പോട്ടെ. അയാളാണ് വേണ്ടത്. ഇവിടെ സ്റ്റോറേജിന്റെ ആവശ്യമില്ല. അയാളാണ് വേണ്ടത്. ഡയമണ്ടിനാണ് ഇറങ്ങിയത്. അയാളാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇതൊക്കെ എടുക്കാം. ഇവിടെ കുറെ ഉണ്ട് കേട്ടോ. അയണൊക്കെ നമുക്ക് ലാവശ്യമായിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഈ ഒരു ബക്കറ്റ് വെള്ളം ലാവ് എടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇനി നേരെ മൈനിക്ക് പോയി. ഇവിടെ നമുക്ക് കുറച്ച് അയൺ ഉണ്ട്, നമുക്ക് ഫുള്ള് എടുക്കാം. അയൺ ഫുള്ള് നമുക്ക് ആവശ്യമുള്ളതാണ്. അയൺ ഫുള്ള് എടുത്തോണ്ട് പോവാം. കുറെ അയൺ ഈ കേവിലുണ്ട് കേട്ടോ. ഞാൻ മുകളിൽ ലാവ് എടുത്തപ്പോൾ കണ്ടു. അങ്ങനെ കുറെ അയൺ കിട്ടുകയാണെങ്കിൽ തന്നെ അത് ഭയങ്കര ലാഭമാണ്. നമ്മൾ ലാഭം നോക്കിയിട്ടേ കളിക്കും. ഓക്കെ, അടുത്ത അയണിന്റെ വെയിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഫുള്ളാക്കാം. അയണും മുഖ്യമെങ്കില് അയണ് കുറെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചായി തോന്നുന്നു, 20ആയി. ഓക്കെ, ഇനി ഡയമണ്ടാണ് നമുക്ക് പോകേണ്ടത്. ഡയമണ്ട് വഴിയാണ് ഞാൻ വന്നത്. നോക്കിയൊക്കെ ഡയമണ്ട് കിട്ടുമെന്ന്. സ്മെല്ലെല്ലാം നടന്ന് നീങ്ങാം. ഒരു ലാപ്പിസ്. ഓ മൈ ഗോഡ്,
ഇപ്പൊ ഞാൻ ഭാഗ്യണ്ട്. ഇതാണ് കൊല്ലം. ഓക്കെ ഫുള്ള് നമ്മൾ കൊണ്ടുണ്ട്. എത്ര ഉള്ളൂ? ഓക്കെ അവിടെയൊക്കെ ഫുള്ള് നല്ല നിറച്ച് മോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോകുന്ന റിസ്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വൈദ്യുതി ഇപ്പൊ രാത്രി ആയി തോന്നുന്നുണ്ട്. ഇതുകൂടി ഇവിടെ ഫുള്ള് മോബും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇന്ന് ഉറങ്ങാം. നല്ല ബോറിയുണ്ട്. ഗുഹയിലൊക്കെ ഉറങ്ങണം. ഹൈവ അടി പൊളിച്ചു ഗുഹയിൽ ഉറങ്ങണം. ഷീൽഡ് അടിച്ചിക്കാം. ആരെങ്കിലും വന്നാലും ഓരോരുത്തരെടുക്കല്ലേ. ഇടയ്ക്ക് വെച്ചെന്തെങ്കിലും ഇവിടെ എന്ത് മോബ എത്രങ്ങാനും ഇതൊക്കെ. കൊറേ സ്കെൽറ്റനും സോംബി കേട്ടാണ് കുറെ ഉണ്ട്. ഷീൽഡിന്റെ പരിവായ ഏകദേശം ഒതുങ്ങി. ഇനി വേഗം നമുക്ക് പോയിട്ട് അയൺ എടുക്കട്ടെ. ഓടിക്കോ. നമ്മൾ ഈ പരിസരത്തേക്ക് ഇല്ല. ഈ പരിസരത്തേക്ക് വരില്ല. ഇതിലൊക്കെ കഴിക്കട്ടെ. എങ്ങനെയാലും അവരിനെ കൊല്ലണം. എന്നാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അവരാണെങ്കിൽ പെട്ടെന്ന് അടിക്കുകയും ചെയ്യും. എന്താ കാട്ടുക? വെറുതെ കത്തുണ്ട്. അടുത്തവനെ കൊല്ലണം. അതിപ്പോ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. കറങ്ങി ചെയ്യുന്ന ഒറ്റ അടിയാണ് അടിച്ചു. വരട്ടെ കിട്ട്. അതെ നെഞ്ചത്ത് കൂടെ കയറി നല്ല അവനൊക്കെ ഉണ്ട്. ഇവിടെ 2 ബോൾ കിട്ടി. ലാവ വെച്ചിട്ട് ലാവ ഭയങ്കര ഉപകാരമാണ്. വേഗം പോട്ടെ വേഗം പോട്ടെ വേഗം പോട്ടെ. മാരി ശല്യം. കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നേഴ്സിനോടാ കുടിക്കൂ. ഞാൻ നിങ്ങളെ കുറച്ചുകൊണ്ട് കാണിക്കാം. നല്ല ടൈമിങ്ങിന് എന്റെ ഷീൽഡ് അങ്ങോട്ട് പൊട്ടി. അവിടെ കടന്നാൽ ചത്തിരുന്നു. ഇത് ഞാൻ എന്താ ഷീൽഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മെനക്കേടാണ്. ഇവിടെ ഫർണസ് വെക്കാം. നമുക്ക് ഇന്നോട് ഷീൽഡ് ഉണ്ടാക്കിയെടുക്കാം. ബോട്ടൊന്നും ആവശ്യമില്ല. ഒരായണെങ്കിലും കിട്ടിയാൽ മതി. അത്ര ആവശ്യമുള്ളൂ. ബോട്ട് കുറെ നിൽക്കുന്നുണ്ടോ? അവിടെ കുറെ ആവശ്യമില്ലാത്ത ബോട്ടുണ്ട്. അവിടെ വെക്കാം. ഇവിടെ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഉള്ളു. ഓക്കെ ഇവിടുന്ന് നമുക്ക് ഇതെന്താണ് ഇത് ഷീൽഡ് ഉണ്ടാക്കിയിട്ടാണ് അവിടെ പോയി. ഷീൽഡിൽ നമുക്ക് നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഷീൽഡ് വെക്കട്ടെ. അവിടുത്തെ കുറച്ച് അയുണ്ട് അങ്ങോട്ട് എടുക്കാം. കണ്ടേരില്ല എനിക്കറിയില്ല. കണ്ടേരത്തിൽ തോന്നുന്നു അവിടെ കഴിയുണ്ട്. അതും നമുക്ക് ആവശ്യമില്ല. ഡയമണ്ടാണ് ഇപ്പൊ അത്യാവശ്യം. ഡയമണ്ട് മാത്രം കിട്ടുന്നില്ല. നോക്കാൻ എത്രത്തോളം പോകുന്നു. ഡയമണ്ട് കിട്ടാണെങ്കിൽ ഇങ്ങനെ കാണിക്കാനാണ് കരുതിയത്. അതിന് ഡയമണ്ട് കിട്ടിയിട്ട് ഇങ്ങനെ കാണിക്കാനാണ് കരുതിയത്. അത് നടന്നില്ലെങ്കിൽ 5 എണ്ണം കിട്ടട്ടെ. ഇത് ഒരു ഷീൽഡ് ഉണ്ടാക്കിയിരുന്നു. ക്രാഫ്റ്റിന്റെ ഉള്ളിൽ നമുക്ക് ഇതിപ്പോ എന്തായി? ഓക്കെ ഇനി ഫർണസോട് ഇരിക്കട്ടെ.
ഫർണസ് സോറി അയ്യാണ് അവിടെ ഇരുന്നിരിക്കട്ടെ ഫർണസില്. ഓക്കെ ഇനി രണ്ടെണ്ണം കൂടി സ്പ്രെഡ് ചെയ്യാനുണ്ടാവും തോന്നുന്നു. അത് നമുക്ക് എടുക്കാം. ഒന്നായി ഒരെണ്ണോടി അല്ല 3 കൂടി സ്പ്രെഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത്രയും നല്ല. പിന്നെ എന്താ ആർമറൊക്കെ എന്തായി നോക്കൂ. ആർമറൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളെ ഷീൽഡിനല്ലേ എന്താവനോ. ഓക്കെ അതുകൂടി പറ്റും തോന്നുന്നു. ഓക്കെ ഇത് എടുത്തിട്ടാണ് പോകുന്നത്. ഭയങ്കര ബോട്ടിയുണ്ട് അവിടെ ചെല്ലുമ്പോ തന്നെ. അങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ പേടിയാവും. ചാകപ്പാട് ഇല്ല. മീനായിരുന്നു മുമ്പിൽ വെച്ച് പോണോ കൺമുമ്പിൽ വെച്ചിട്ട് എന്റെ മുമ്പിൽ വെച്ചിട്ട് ഇവരൊക്കെ പോണോ. എന്ത് ഗെയിമാണിത്. ഒരു ഓക്കെ വാ 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 വാ. ഓക്കെ ഇതാണ് തിന്ന. ഇവിടെ ഹെൽത്ത് എങ്ങനെ കുറയുന്നത് ഹങ്കറൊന്നും എടുക്കില്ല. ഇവിടെ എന്താണ് ഇതിന്റെ കണ്ണൂര് വെച്ചിട്ടാണ്. പിന്നെ വീണ്ടും ഇത് ഹങ്കർ കുറച്ച് ഹെൽത്ത് എങ്ങനെയൊക്കെ റീജൻ ആവാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് റെഡ് സ്റ്റോൺ എങ്ങനെയാണ് എടുക്കാൻ നോക്കാം. ഡാമേജ് അടിച്ചു. ഇത് റെഡ് സ്റ്റോൺ ഒരു സ്റ്റാക്ക് റെഡ് സ്റ്റോൺ ഓൾറെഡി ഉണ്ട്. വാട്ട് നമുക്ക് നേരെ മൾട്ടി പോവാം. രാത്രി ആ റെഡ് സ്റ്റോൺ നമുക്ക് എടുക്കണ്ടേ. ഇപ്പൊ തന്നെ കുറെ ഇങ്ങോട്ട് ആ പൊട്ടി എല്ലായിടത്തും ഇങ്ങോട്ട് സ്പൂണാവൂലോ. ഒരു വിധം കേസ് ഞാൻ അവിടുന്ന് കുത്തിപ്പിടിച്ച് അതാണ് ജിയോയുടെ അവിടുന്ന് കുത്തിപ്പിടിച്ച് ഇങ്ങോട്ടാക്കി പോയി. ഞാൻ കണ്ടു ഡയമണ്ട് ഈസിന്റെ വേൾഡ് താഴത്തെ പീസ് ഡയമണ്ടുകളാണ് ഇത്. നല്ല സൂക്ഷിച്ചാൽ എടുക്കണം. ഇതിന്റെ ഹെൽത്ത് ആണ് ഇതിനെ പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര കുറവാണ്. വേഗം തന്നെ ഈ ഡയമണ്ട് ഒന്നും എടുക്കട്ടെ. എന്താവും ഒന്നുണ്ട്. യെസ് 3 അതിന്റെ മുകളിൽ ഡയമണ്ട്. എന്തപ്പോ കളിയാ. ഒക്കെ ആവശ്യമുള്ള ഗൺ പൗഡർ ആയിരുന്നു കിട്ടും. ഓക്കെ
പക്ഷെ ഡയമണ്ട് എന്റെ ഫുള്ള് സർവൈവൽ ഡയമണ്ട്. ഓ എത്ര മണി. ഓക്കെ 3 ഓ ഞാൻ കാര്യത്തില് ചീറ്റിങ് ചെയ്തതല്ല. നിങ്ങൾക്ക് അറിയാലോ ഹാർഡ് കോറിൽ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ അടിയിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ കാണിക്കാന്നാണ് കരുതിയത്. ഡയമണ്ട് കണ്ടപ്പോ ഞാൻ അവിടെ കാണിച്ചതാണ്. കുറെ മോബിനൊക്കെ ഫൈറ്റ് ചെയ്ത് വന്നു. വൈദ്യുതി ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട് ഡയമണ്ട്. അത് നമ്മളിപ്പോ എടുക്കില്ല. ഫോർച്യൂൺ കിട്ടുമ്പോ നമുക്ക് എടുക്കാം എന്നാണ് തോന്നുന്നത്. അതെ ഫോർച്യൂൺ കിട്ടുമ്പോ നമുക്കിനി 6 ഡയമണ്ട് ഇതൊക്കെ എങ്ങനെ കിട്ടുന്നത്? ഈ കാര്യത്തിൽ ഞാൻ ചീറ്റ് കേട്ടോ ഒരിക്കലുമല്ല. ദൈവമാണ് സത്യം, ഞാനാണ് സത്യം. എന്നാൽ ഇത്രയും ഡയമണ്ട് കിട്ടി. നമുക്ക് നല്ല ഭാഗ്യം. ഇനി ഉണ്ടോ? ഇനി ഉണ്ടാവരുത്. ഇനി ഉണ്ടാവില്ല. 3 ഇനി ബാക്കിയുണ്ട്. ഈ കുത്തി പിടിച്ച് നേരെ മണിക്ക് കയറാം. ഇനി അടിയിലുണ്ടാവൂ. എന്താ 3 പീസ് ഡയമണ്ട് കിട്ടി. നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ളത് കിട്ടിയിരുന്നു. പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് പിക്കാക്സിൽ ഫോർച്യൂൺ ആഡ് ചെയ്തിട്ട് വരാം. ആ ഡയമണ്ട് ഒക്കെ നമുക്ക് എടുക്കുകയും ചെയ്യാം. വേഗം കുത്തി പിടിച്ച് മണിക്ക് ഇറക്കാതെയും. പിന്നീട് കാര്യം ഈ ജിയോഡുണ്ടല്ലോ, ജിയോടോ അതിന് കുറച്ച് സാധനം കൊടുക്കാം. ഈ സാധനം എല്ലായിടത്തും പോകാനുണ്ടാവൂലോ. ഇത് നമുക്ക് കുറച്ചെടുക്കണം. നമുക്ക് കുറച്ച് കണ്ടെടുക്കണം. ഇപ്പൊ എടുക്കണമെങ്കിൽ എന്തെങ്കിലും പറയണല്ലോ. നമ്മുടെ ആരോ വേണ്ട, ഇട്ട് കളയാം. അല്ല വീറ്റ് വേണം. വീറ്റ് ആവശ്യമാണ്. ഒരു സ്കെൽട്ടൻ ശബ്ദം കേൾക്കുന്നുണ്ട്. കുഞ്ഞൊക്കെ ലീഡൊക്കെ ആവശ്യമാണ്. ഇപ്പൊ കളിയാന്ന് പറഞ്ഞ നമ്മുടെ സോഡാണ് എന്തായാലും പൊട്ടാനായി. കിട്ടിയില്ലേ കേസ്. കിട്ടി 2 ഇതും ഇതൊക്കെ എടുക്കണം. ഇതൊന്നും കിട്ടില്ല. കിട്ടുമോ? വേറൊന്നും കിട്ടില്ല. പക്ഷെ നമുക്ക് 2 കിട്ടി. ഒരു ഭാഗ്യാണ്. സാധാരണ ഒന്നും കിട്ടാറുന്നില്ല. ഇങ്ങോട്ട് വന്നാ 2 ഷോട്ട് കിട്ടിയത് തന്നെ ഭാഗ്യാണ്. വേഗം ഈ പ്രദേശത്ത് ഞാനില്ല. പൊട്ടെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് സംഭവം. ഇത് ഉറങ്ങിയിട്ട് പോയി, അല്ലെങ്കിൽ പണിയാവും. ഞാൻ ടോപ്പിക് എത്തിയിട്ടുണ്ട്. ഇതാണ് എന്റെ കേവ്. നമുക്ക് വീട്ടിൽ പോണം. വീട്ടിലേക്ക് ഇങ്ങോട്ട് നേരെ കുറച്ചിങ്ങോട്ട് പോയാൽ മതി എന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ വീട് ഇങ്ങോട്ടാണ് തോന്നുന്നത്. ഈ സംഭവം വീടിന്റെ അടുത്ത് പറഞ്ഞാൽ അത്ര അടുത്തല്ലെങ്കിലും ഏകദേശം ഒക്കെ ഒന്ന് അടുത്ത് തന്നെയാണ്. അവിടെ നിന്നുണ്ടോ ഓടിയിട്ട് ഇത്ര വന്നാൽ മതി എന്റെ വീടെത്തും. കണ്ടോ എന്റെ വീടെത്തി. ഇതാ കാണുന്ന എന്റെ വീടാണ്. നിങ്ങക്ക് കാണണ്ടാവില്ല. ഇതാക്കും എന്റെ വീടെത്തി. അത്യാവശ്യം വീടിന്റെ അടുത്ത് തന്നെയാണ്. ദൂരം പറയാനില്ല. ഇനി വേഗം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇഷ്കാണെങ്കിൽ കൊതിയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് ഞാൻ. റോട്ടൻ ഫ്ലഷ് നമുക്ക് എടുത്ത് കഴിക്കാം. ഇപ്രാവശ്യം റോട്ടൻ ഫ്ലഷ് അങ്കറും തന്നില്ല, എന്താ അറിയില്ല. നമ്മൾ ദരിദ്രവാസി ഇപ്പൊ റോട്ടൻ ഫ്ലഷ് ഒക്കെ തിന്ന് ജീവിക്കേണ്ട അവസ്ഥയായി. നമുക്കിനി നേരെ ഇതൊക്കെ അവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, നമുക്കൊരു പുതിയൊരു ഡയമണ്ട് പിക്ചേഴ്സ് ഉണ്ടാക്കണം. അങ്ങനെ ഫോർച്യൂൺ കിട്ടുമെന്ന് അറിയില്ല, നോക്കണം. ആദ്യം എൻജോയ്മെന്റ് ടേബിൾ ഉണ്ടാകണം. അടുത്ത എപ്പിസോഡിൽ ഇങ്ങനെ പോയി എന്തായാലും നമുക്കൊരു നെഗർ പോർട്ടൽ എന്തായാലും കിട്ടും, ഉറപ്പാണ്. നോക്കി ഫുള്ള് നമുക്ക് ഇതിനുള്ളിൽ വയ്ക്കാം. ആവശ്യമില്ലാത്തൊക്കെ കുറച്ച് സാധനങ്ങൾ മാത്രം കയ്യിൽ നിൽക്കാം. നമ്മുടെ ഇട്ടെടുക്കാം.
ഇതെടുക്കാം. ഇനി അത്ര ഉള്ളൂ. മീൻസ് നമ്മൾ കുറച്ച് ഇത് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടായിരിക്കും. ഹാർഡ് കോർ വേൾഡിൽ ആദ്യമായിട്ട് പ്രശ്നം പറയാൻ പറ്റില്ല. മൈൻക്രാഫ്റ്റ് കളിച്ചൊരു ഹാർഡ് കോർ വേൾഡിൽ ആദ്യമായിട്ട് ഡയമണ്ട് പിക്കാക്സ് കിട്ടി. ആദ്യമായിട്ട് ആ ഒരു എന്തോ മാതിരി തോന്നി. എന്തോ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. സാധാ മൈൻക്രാഫ്റ്റിലൂടെ കിട്ടാറില്ല. അതിന് മുമ്പ് തന്നെ മടുത്ത് പോവുക ചെയ്യുക. ഹാർഡ് കോർ വേൾഡിൽ യൂട്യൂബ് ചാനലിൽ ഒരു ഡയമണ്ട് പിക്കാക്സ് ഇതിനും വലുതിന് കിട്ടാല്. നമ്മുടെ ബ്രീഡറിന് എന്തായി നോക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോയിട്ട് നമ്മുടെ വീട് എന്തായി നോക്കാം. ഇവിടെ പൊട്ടാറ്റോള് വളരട്ടെ. വളർന്ന് അവര് ഫുള്ള് നിറച്ച് വീണ്ടും വളർത്താൻ കുറെ സമയം എടുക്കും ചെയ്യും. നമുക്ക് ഇതിനെ പറ്റി ഇടപെടണ്ട. ഇനി ഇപ്പോഴത്തെ ലാവ ഫാം നമുക്ക് സെറ്റ് ചെയ്യണം. ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ്രൻ എടുക്കുക. എന്നിട്ട് എവിടെയെങ്കിലും എന്താ ഇവിടെ വെച്ചിട്ട് ഇതിന്റെ മണ്ടയ്ക്ക് കുറച്ച് ബ്ലോക്ക് വെക്കണം. ഡ്രിപ്സ്റ്റോൺ വെക്കണം. കിട്ടില്ല എന്ന് തോന്നി. കിട്ടില്ല. നമുക്കൊന്ന് കാര്യം ചെയ്ത് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ എന്തോ മറ്റേ അമത്തിസ്റ്റ് അങ്ങനത്തെ ഒരു സാധനം അത് എന്തിനെടുത്തു ഞാൻ കാണിച്ചു. സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാനാണ് സത്യത്തില്. ഈ സ്പൈ ഗ്ലാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൈ ചോർത്ത് കാണാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മളിത് ഉണ്ടാക്കിയത് തന്നെ. നമ്മൾ ചാവണ്ടായിരുന്നു. കുറേ സ്ഥലത്ത് ചാവണ്ട് അടുത്തെത്തിയതായിരുന്നു. നമ്മുടെ കഴിവ് കാരണം അറിയാലോ. എന്ത് സ്പീഡാണ് ഇപ്പൊ. നമ്മുടെ കഴിവ് കാരണമാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. ഇത് എവിടെയോ കോപ്പർ ഉണ്ട്. അടുത്ത കോപ്പർ നമുക്ക് എടുക്കാം. ഭയങ്കര ലാഗ് ചെയ്യുന്നു. 26 ഫ്രെയിം ഒക്കെ സെക്കൻഡിൽ 26 ഫ്രെയിം ഉള്ളു. ഓക്കെ, സ്പീഡ് ഓക്കെ. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. പിന്നെ ഇത്രയും കണ്ടൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും ചെയ്യണ്ടേ. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനത്തെ മോട്ടിവേഷനായിട്ടും മോട്ടിവേഷൻ കിട്ടാനും ഇങ്ങനെ മൈൻക്രാഫ്റ്റ് വീഡിയോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ഇനി ഇത് നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. 1 മിനിറ്റ് ഇപ്പോൾ വരാം. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് പോയി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാഗ് ഉണ്ടല്ലോ, ഭയങ്കര ലാഗ് ഉണ്ട് ഗെയിമിന്. അതിന് വെച്ചിട്ടാണ് ഞാൻ എന്താ ലാഗ് ശരിയാക്കാൻ വേണ്ടി പോയതാണ്. ഈ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഇപ്പൊന്ന് വെച്ചാൽ ഷെയ്ഡർ കിട്ടുമ്പോൾ എന്താ അവസ്ഥ എനിക്ക് അറിയില്ല. ഇപ്പൊ തന്നെ ഇങ്ങനത്തെ തന്നെയാണ് അവസ്ഥ. ഇപ്പോ നമ്മള് എന്തുണ്ടാക്കണം, ഇത് ഉരിക്കണം. കോപ്പർ ഉരിക്കണം. കാണിച്ചു തരപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കോപ്പർ ഉരിക്കട്ടെ. ഓക്കെ, 3 കോപ്പർ ആയിട്ടുണ്ട്. പുലിക്കളി 3 കോപ്പർ മതിയെന്നാണ് തോന്നുന്നത്. നമുക്ക് നമ്മുടെ ഇത് എടുക്കാം. അമത്തിസ്റ്റ് എടുക്കാം. എന്നിട്ട് കോപ്പർ സ്പൈ ഗ്ലാസ് ഒരു അമത്തിസ്റ്റ് 2 കോപ്പർ മതിയായിരുന്നു. അയ്യോ, കോപ്പർ അടച്ചിട്ട് സ്പൈ ഗ്ലാസ് എടുക്കും. ഈ നമുക്കൊരു സ്പൈ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇത് കാണാം. അവിടെ എന്തൊക്കെ നടക്കുന്നതൊക്കെ അറിയാൻ പറ്റും. വീണ്ടും പറയാ ഹാർഡ് കോർ വേൾഡ് ആദ്യത്തെ സ്പൈ ഗ്ലാസ് ആണത്. ബെഡ്റൂം എഡീഷനിൽ ഇങ്ങനെ എന്താ ഓട്ടോ റൂമും ഇല്ലാത്തതുകൊണ്ട് സ്പൈ ഗ്ലാസ് നല്ല ഉപകാരവും. ഇവിടെ നില്ല, ഇവിടെ ഇല്ല. ഓക്കെ, ഓക്കെ. പിന്നെ മുഖറ കാണാണ്ട് ഈസിക്കാൻ വരുന്നത്. എന്നെ നോക്കണം, എനിക്ക് സംശയമുണ്ട്. എന്താ കാട്ടുന്നത്? ഒക്കെ സെറ്റ് ആയി. അടുത്ത എപ്പിസോഡില് റസാപ്പോർട്ടിൽ അല്ലെങ്കിൽ എൻറ്റാനിൻ്റെ ഇവള് എന്തായാലും സെറ്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ ബൈ ബൈ.